ഹായ് ഹലോ നമസ്കാരം. എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒരുപാട് സന്തോഷം. എന്തായിരുന്നാലും സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാൻ എല്ലാ ദിവസവും എന്തെങ്കിലുമൊക്കെ വീഡിയോ ആയിട്ട് വരും. പിന്നെ അല്ല, നിങ്ങൾ എപ്പോഴും എൻ്റെ ഫാമിലിയിൽ ജോയിൻ ചെയ്ത ഒരാളാണെങ്കിൽ താങ്ക് യു വെരി വെരി മച്ച്. വെൽക്കം ബാക്ക്. നമുക്ക് നോക്കാം ഇന്നത്തെ റീഡിംഗ് സ്പിരിറ്റ് എന്തിനെക്കുറിച്ചാണ് പറയുന്നത്, അല്ലെങ്കിൽ എന്താണ് നമുക്കിന്ന് അറിയേണ്ടത്. ഓക്കെ, കാരണം ഇതെൻ്റെ പുതിയ ഡെക്കാണ്. നമുക്ക് നോക്കാം എന്തിനെക്കുറിച്ചാണ് സ്പിരിറ്റിന് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. ഓക്കെ, നിങ്ങൾക്ക് വരുന്ന കറൻറ്റ് ഗൈഡൻസ് എന്താണ്, നിങ്ങളുടെ കറൻറ്റ് സിറ്റുവേഷൻ എന്താണ്. ഓക്കെ, ഓൾറൈറ്റ്, ഓഫ് കോഴ്സ്. വേറെ ഒന്നുമില്ലടാ. ഫസ്റ്റ് വന്നിരിക്കുന്ന കാർഡ് ഗ്രീവിങ്ങിൻ്റെയാണ്. ഓക്കെ, അത് മാത്രമല്ല ഈ പറഞ്ഞ പോലെ കമ്മിറ്റ്മെൻ്റ് കാർഡും. ഇത് രണ്ടും ഓട്ടോമാറ്റിക്കലി വന്ന് വീണാണ്. നിങ്ങൾ രണ്ട് കാർഡ്സും വീഴുന്ന കണ്ട ആൾക്കാരുമാണ്. ഓക്കെ, അപ്പോൾ കളക്റ്റീവിൽ എനിക്കറിയാം ഒരുപാട് ആൾക്കാർ സഫർ ചെയ്യുന്നുള്ള ആൾക്കാരുണ്ട്. ഓക്കെ, ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിലെ സഫറിങ്സ് ആയിരിക്കാം, ചില ആൾക്കാർക്ക് ഫൈനാൻഷ്യൽ സഫറിങ്സ്. ഓക്കെ, സങ്കടം എന്ന് പറയുന്ന ഫൈനാൻഷ്യൽ പരമായിട്ടായിരിക്കാം, ഇല്ലെങ്കിൽ ജോബ്, കരിയർ. നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ കരിയർ ഡെവലപ്പ് ആവാതിരുന്നാലും നമുക്കത് ഭയങ്കര വിഷമമുള്ള കാര്യങ്ങളാണ്. ഓക്കെ, പിന്നെ അതുപോലെ നമ്മൾ പറയില്ലേ, നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാകും ഒരു വീട്. ഓക്കെ, നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാകും, പക്ഷെ അതിന് വേണ്ടുന്ന സിറ്റുവേഷൻ വരാതിരിക്കുകയോ, അല്ലെങ്കിൽ ഏകദേശം എല്ലാം തീർന്നിട്ടുണ്ടാകും, ഒരു കംപ്ലീറ്റ് ആവാനുള്ളൊരു ഫൈനൽ സ്റ്റേജ്, എന്തെങ്കിലും ഒരു കംപ്ലീഷന് മുന്നേ. ഓക്കെ, അങ്ങനെ ഒരു എന്താണ് വിഷമമുള്ള സിറ്റുവേഷൻസ്. അപ്പം ഓൾമോസ്റ്റ് വിഷമമുള്ള ഗ്രീവിങ് സിറ്റുവേഷൻസിനെ കുറിച്ചാണ് ഇവിടെ സ്പിരിറ്റ് പറയാൻ ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല ചില ആൾക്കാരുടെ കമ്മിറ്റ്മെൻറ്റ്. ഓക്കെ, ഇതിനകത്ത് എനിക്ക് ഹാർട്ടിൻ്റെ എനർജിയാണ്. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഈ കമ്മിറ്റ്മെൻറ്റിലൂടെ നിങ്ങൾ ഗോ ത്രൂ ചെയ്യുന്ന സിറ്റുവേഷൻസ്, അതായത് ഗ്രീവിങ് സിറ്റുവേഷൻസ്, വിഷമിക്കുന്ന സിറ്റുവേഷനെ കുറിച്ചും ചില ആൾക്കാർക്ക് ഇത് പുതിയ കമ്മിറ്റ്മെൻറ്റ്. ഓക്കെ, ഒരു പുതിയ റിലേഷൻഷിപ്പിൻ്റെ എനർജിയാണ്. ഓക്കെ, ജസ്റ്റിസ് കാർഡ്. അഥവാ നിങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങളെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ കർമ്മ. ഓക്കെ, അതുപോലെ ജസ്റ്റിസിൻ്റെ കാർഡ് വരുമ്പോൾ കർമ്മ. ചില ആൾക്കാർ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും അഗെയിൻസ്റ്റ് പറഞ്ഞ് നിങ്ങളെ എന്താ പറയുക, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഒക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ചെയ്യാത്ത തെറ്റിന് നിങ്ങളെ കുറ്റക്കാരാക്കുകയും നിങ്ങളെ വിഷമിപ്പിക്കുകയും നിങ്ങളെ മാറ്റി നിർത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് അവർക്ക് അവരുടേതായ കർമ്മം കിട്ടും. അതിൽ വ്യത്യാസമൊന്നുമില്ല. നമ്മൾ പറയില്ലേ, നമ്മൾ എന്ത് ചെയ്താലും, നമ്മൾ നന്മ ചെയ്താലും നമ്മൾ തിന്മ ചെയ്താലും അതിൻ്റെ ഫലം നമ്മളങ്ങനെ വിട്ടുപോകില്ല. അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ പ്രാർത്ഥിച്ച് തന്നെ ചെയ്യുക, നമ്മൾ എന്ത് നന്മ ചെയ്താലും ഭഗവാനെ, എല്ലാം ഭഗവാന് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്, എനിക്കിതിൻ്റെ ഫലമൊന്നും വേണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ മുന്നോട്ട് പോവുക. പക്ഷേ ഡെഫിനറ്റ്ലി നമ്മളിപ്പോൾ നന്മ ചെയ്യുമ്പോൾ നമ്മൾ എപ്പോഴും ആഗ്രഹിക്കും, ലൈക്ക് നമ്മുടെ ലൈഫിലും നന്മ വന്ന് ചേരണം, നമ്മുടെ ലൈഫിൽ നമുക്ക് നന്മ കിട്ടണം. ഓക്കെ, പിന്നെ ചില ആൾക്കാർക്ക് എന്തെങ്കിലും കേസ് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫേവറബിളായിട്ട് ജസ്റ്റിസ്. ഓക്കെ, നിങ്ങൾക്ക് ജസ്റ്റിസ് കിട്ടുന്നു, നിങ്ങൾക്ക് ഫേവറബിളായിട്ടുള്ളൊരു വിധി വരുന്നു എന്നുള്ളത് ഞാൻ ചില ആൾക്കാർക്ക് കാണുന്നു. ചില ആൾക്കാരുടെ ലൈഫിൽ ഈ പറഞ്ഞ പോലെ ഈ പെയിൻ ഉള്ള സിറ്റുവേഷൻ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ട്രാൻസ്ഫോം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഇതിനകത്തൊരു ബട്ടർഫ്ലൈ കാണുന്നുണ്ടോ എനിക്കറിയില്ല, നിങ്ങൾ എത്ര പേർക്ക് കാണാമെന്ന് ഞാൻ ഒരു സെക്കൻഡ് കാണിച്ചു തരാം. ഗ്രീവിങ്ങിനകത്ത് ഒരു ബട്ടർഫ്ലൈ ഉണ്ട്. ഓക്കെ, നമ്മൾ കുക്കൂൺ ടു ബട്ടർഫ്ലൈ എന്ന് പറയുന്ന ഒരു വലിയ പ്രോസസ്സാണ്. ഓക്കെ, നമ്മൾ നോക്കുമ്പോഴത്തേനും നമ്മൾ നല്ല ഭംഗിയുള്ള കളർഫുള്ളായിട്ട് ബട്ടർഫ്ലൈ മാത്രമേ അറ്റ് ദ എൻഡ് കാണുന്നുള്ളൂ. ആ കുക്കൂണിനകത്തിരുന്ന് അത് പതുക്കെ 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 അതിനകത്ത് നിന്ന് പൊട്ടി മുളച്ച് വരുന്ന അതൊരു പ്രോസസ്സാണ്. അത് അതിൻ്റേതായ ഒരു പെയിൻഫുൾ പ്രോസസ്സാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളൊരു ബട്ടർഫ്ലൈ ആയി നല്ല രീതിയിലാവുന്നതിന് മുന്നേ നമ്മളൊരു പർട്ടിക്കുലർ പ്രോസസ്സിലൂടെ കടന്നു പോകും. അപ്പോൾ ആ പ്രോസസ്സിനെ കുറിച്ചാണ് ഇവിടെ സ്പിരിറ്റ് പറയുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ഇത് എനിക്കിതൊന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗൈഡൻസ് തന്നെ ആയിരിക്കും. കാരണം നമ്മൾ പറയില്ലേ, ചില കമ്മിറ്റ്മെൻറ്റ്സ് നമ്മൾ ഇത്രയും ആത്മാർത്ഥമായിട്ട് ചെയ്താലും ചില ആൾക്കാർക്ക് നമ്മുടെ ആ ഒരു ആത്മാർത്ഥത മനസ്സിലാവണമെന്നൊന്നുമില്ല. അവർ നമ്മൾ ഒറ്റയടിക്ക് തള്ളിപ്പറയും. മനസ്സിലായില്ലേ? അപ്പം അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷൻ വരുമ്പോൾ നമ്മൾ പതറിപ്പോവാതിരിക്കുക. മാക്സിമം നമ്മൾ പിടിച്ചിരിക്കാൻ നോക്കുക. പറയാൻ എനിക്ക് ഈസിയാണ്, എനിക്കറിയാം. നമ്മളത്രയും വിശ്വസിച്ച് ഓക്കെ, നമ്മളൊരിക്കലും അവർ തള്ളിപ്പറയില്ല എന്നൊക്കെ വിശ്വസിച്ചായിരിക്കും നമ്മൾ ആ ലൈഫിൽ ആ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകണം. പക്ഷേ ഒറ്റയടിക്ക് അവരുടെ ഭാഗത്തുനിന്ന് നമ്മളെ തള്ളിപ്പറയുന്ന ഒരു സിറ്റുവേഷനൊക്കെ വരുമ്പോൾ നമുക്ക് നാച്ചുറലാണ്, നമുക്ക് ഭയങ്കരമായിട്ട് പെയിൻ ആവും. പക്ഷേ സ്പിരിറ്റ് പറയുന്നത് അതും ഒരു പ്രോസസ്സാണ്. ആ ഒരു പ്രോസസ്സിലൂടെ നമ്മൾ കടന്നു പോകണം. കാരണം ചില ആൾക്കാർ നമ്മൾ
ഫ്രണ്ട് കാണുമ്പോൾ നമുക്കറിയാം ലൈക്ക് അവർ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പോലെ ചിലപ്പം വേറെ ആരും സപ്പോർട്ട് ചെയ്യുന്നില്ലായിട്ട് നമുക്ക് തോന്നും. പക്ഷേ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിൽ വെച്ച് നമുക്ക് അറ്റ് ദ എൻഡ് നമുക്ക് സ്പിരിറ്റ് കാണിച്ചു തരും, മക്കളെ അങ്ങനെയല്ല, ഈ കാണിക്കുന്നതൊന്നും റിയൽ അല്ല, ഇത് റിയാലിറ്റി അല്ല, നിങ്ങളുടെ റിയാലിറ്റി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യൂ എന്നുള്ള രീതിയിൽ കാണിച്ചു തരും. പക്ഷേ അത് എപ്പോഴും എൻ്റെ അഭിപ്രായത്തിൽ എപ്പോഴും സ്പിരിറ്റ് അങ്ങനെ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. എന്നാലേ നമുക്ക് പല ആൾക്കാരുടെ യഥാർത്ഥ മനസ്സും മുഖവും ഒക്കെ തിരിച്ചറിയാൻ പറ്റും. പിന്നെ എനിക്കിതിനകത്ത് ബൗണ്ടറിയുടെ കാർഡ് കിട്ടിയില്ല ഓഫ് കോഴ്സ്. പക്ഷേ എനിക്ക് നിങ്ങൾ ഓരോരുത്തർക്കും, കാരണം നിങ്ങളിൽ പല ആൾക്കാർക്കും നോ പറയാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരായിരിക്കണം. അപ്പം നോ പറയുക, അയ്യോ എന്നെ കൊണ്ട് പറ്റില്ല എന്ന് പറയാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നോ പറയാൻ പഠിച്ചോ. കാരണം ചില സിറ്റുവേഷൻ നമ്മൾ നോ പറഞ്ഞാലേ ആളുകൾക്ക് മനസ്സിലാവുള്ളൂ. നമ്മളെപ്പോഴും അവൈലബിൾ ആയിട്ടിരിക്കുമ്പോൾ അവർക്ക് തോന്നും, ഓ ഇവരുടെ അടുത്ത് എന്തിനു പോയാലും അവർ ചെയ്തു തരും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡായിപ്പോവും. അതിനൊരു എന്താണ് നമ്മൾ പറയില്ലേ, ചില ആൾക്കാർക്ക് നമ്മൾ എത്ര ചെയ്താലും അല്ലെങ്കിൽ എത്ര നമ്മൾ സപ്പോർട്ട് ചെയ്താലും അവർക്കത് മനസ്സിലാവില്ല. നമ്മൾ എത്രത്തോളം അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവരെ നമ്മൾ എത്രത്തോളം കാണുന്നുണ്ട് മനസ്സിലാവില്ല. ചില സമയത്തെങ്കിലും നമ്മൾ അവരൊക്കെ ചോദിക്കുന്ന പല കാര്യത്തിനും ഇല്ല, എനിക്ക് വേറെ എൻ്റേതായ രീതിയിൽ കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമ്മൾ പറയാൻ പഠിക്കുക. ഡെഫിനറ്റ്ലി കമ്മിറ്റ്മെൻറ്റ് ചില ആൾക്കാർക്ക് ലവേഴ്സ് കാർഡ് റിലേഷൻഷിപ്പ് തന്നെയാണ്. ചില ആൾക്കാർക്ക് പുതിയ റിലേഷൻഷിപ്പ്, ഓക്കെ, ആ റിലേഷൻഷിപ്പിൽ ന്യൂനെസ് കൊണ്ടുവരിക, ഓക്കെ. ഒരു എന്തെങ്കിലും പെയിൻഫുൾ സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ പാസ് ചെയ്ത് പോയിട്ടുള്ള റിലേഷൻഷിപ്പ് റിലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി സ്പിരിറ്റ് പറയുന്നത് അവിടെ ഒരു ന്യൂ ബിഗിനിങ്, നമ്മുടെ എന്താ പറയുക റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഒരു ന്യൂ ബിഗിനിങ്ങിനെ കുറിച്ചാണ്. പിന്നെ എന്തെങ്കിലും വിഷമം, കാരണം 3 of Cups നമ്മൾ ഫ്രണ്ട്സും ആവാം കേട്ടോ. 3 of Cupsൻ്റെ എനർജി ചെയ്യുമ്പോൾ ചില ഫ്രണ്ട്സ് അല്ലെങ്കിൽ റിലേറ്റീവ്സ്, ഓക്കെ, അവരൊക്കെ ആയിട്ടുള്ള എന്തെങ്കിലും സിറ്റുവേഷൻ. പിന്നെ ഇതിലാരെങ്കിലുമൊക്കെ ഇപ്പം റീസെൻ്റ്ലി ആരെങ്കിലും എന്താണ് മരിച്ചു പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിഷമിക്കണ്ട. നിങ്ങൾ ആ ഒരു വിഷമത്തിൻ്റെ എനർജിയിൽ നിന്ന് ഹീലാവണം എന്നുള്ളൊരു എനർജിയും കൂടി ഇവിടെ അവൈലബിൾ ആണ്. കാരണം ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ പർട്ടിക്കുലർ പേഴ്സണിൻ്റെ നോട്ടം മുഴുവൻ ഈ 3 കപ്പുകളിലാണ്. ഓക്കെ, പണ്ട് നടന്ന സന്തോഷമുള്ള മൊമെൻറ്റ്സും കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അതിലെന്തോ ഒരു സിറ്റുവേഷൻ വന്നു ഡെഫിനറ്റ്ലി. കാരണം ഗ്രീവിങ്ങിൻ്റെ കാർഡും കൂടെ വരുമ്പോൾ ഡെഫിനറ്റ്ലി ആ സിറ്റുവേഷൻ വന്നു. അതിലൂടെ നിങ്ങൾ ഒരുപാട് പെയിനിലൂടെ പാസ് ചെയ്ത് പോയിട്ടുണ്ട്. അപ്പോൾ ഈ പെയിനിലൂടെ പാസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് അവിടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടൊരു സാധനമാണ് ഹീലിംഗ്. അപ്പോൾ ആ ഹീലിംഗ് നിങ്ങൾക്ക് നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് നിങ്ങൾക്ക് വെച്ച് നീട്ടുകയാണ്. പക്ഷേ നിങ്ങളുടെ മീൻസ് നിങ്ങളുടെ ശ്രദ്ധ മുഴുവനും എന്തിലേക്ക് തന്നെയാണ്, പണ്ട് നടന്ന കാര്യത്തിലേക്കാണ്. അപ്പം ഞാനിവിടെ 100% നിങ്ങളുടെ ഹീലിംഗ് ക്ലെയിം ചെയ്യാൻ പറയും. ചില ആൾക്കാർ നല്ല പെയിൻഫുൾ സിറ്റുവേഷനാണ്, എനിക്ക് ഒരു ഡൗട്ടും ഇല്ല. കാരണം ഗ്രീവിങ്ങിൻ്റെ കാർഡും അതുപോലെ തന്നെ ജസ്റ്റിസിൻ്റെ കാർഡ്, ഈ 4 of Cupsൻ്റെ കാർഡ്, ഇതെല്ലാം നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനെ കാണിക്കുന്നു. ചില ആൾക്കാർ അൺഎക്സ്പെക്റ്റഡായിട്ട് ജോബ് പോയ ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വിഷമിക്കണ്ട. ഓക്കെ, നിങ്ങൾ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത, നിങ്ങൾ അൺഎക്സ്പെക്റ്റഡായ ജോബ് പോയി അതുപോലെ തന്നെ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത സ്ഥലത്ത് നിന്ന് തന്നെ നിങ്ങൾക്കൊരു ജോബ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റി വരുന്നതായിട്ട് ഞാനതിനകത്ത് കാണുന്നുണ്ട്. ചില ആൾക്കാർക്ക് ഗ്രീവിങ് ഇൻ കമ്മിറ്റ്മെൻറ്റ് തന്നെയാണ്. കാരണം ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ നമ്മൾ അത്രയും വിശ്വസിച്ച് സന്തോഷത്തിൽ ഒരു റിലേഷൻഷിപ്പിലായിരുന്നിട്ടുണ്ടാകും. പക്ഷേ ചില എന്ത് പറയാൻ നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ റിയൽ ആയിട്ടുള്ള രീതിയിലാവാൻ പറ്റാതെ നമ്മളെല്ലാ കാര്യത്തിലും നീ അങ്ങോട്ട് പോരുന്നു, നീ അവരടുത്ത് സംസാരിക്കരുത്, നീ അങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്ത് എന്ന് വെച്ചാൽ എല്ലാ സ്ഥലത്തും നമുക്ക് കൺട്രോളിങ് ഒരു ചങ്ങലക്കിട്ടൊരവസ്ഥ. ഓക്കെ, ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ചങ്ങലക്കിട്ടൊരവസ്ഥ വേണമെങ്കിൽ ഞാൻ ഡെഫിനറ്റ്ലി പറയും, ഒന്ന് വെയിറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് തന്നെ ഒരു കൺഫർമേഷൻ കിട്ടും, ഇത് നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പല്ല, ടോക്സിക് റിലേഷൻഷിപ്പാണെന്നുള്ള ഒരു കൺഫർമേഷൻ കിട്ടുമ്പോൾ ഇറ്റ് ഈസ് ബെറ്റർ. ചില റിലേഷൻഷിപ്പിൽ നിന്ന് നമ്മൾ വോക്ക് അവേ ചെയ്ത് മൂവ് ഓൺ ചെയ്ത് പോകുന്നത് തന്നെയാണ് ബെറ്റർ. അപ്പം അങ്ങനെ എന്തെങ്കിലും നിങ്ങളെ ഈ പറഞ്ഞ പോലെ ചില രീതിയിൽ എല്ലാ കാര്യത്തിലും കൺട്രോളിങ് ആണ്, ഒന്നും നമുക്ക് നമ്മുടേതായ രീതിയിൽ ചെയ്യാൻ പറ്റുന്നില്ല. മേ ബി ഇതൊക്കെ ഈ ഡെവിൽ കാർഡ് വരുന്നതുകൊണ്ടായിരിക്കാം സ്പിരിറ്റ് ചിലപ്പോൾ നോ പറയാനായിട്ട് നമ്മുടെ അടുത്ത് ഒരു എനർജിയിൽ വരാനായിട്ട്. അതായത് കാരണം നമ്മളെപ്പോഴും നമുക്കൊരു ബൗണ്ടറി ഉണ്ടാവണം. ആരായിരുന്നാലും അതിപ്പം ഏത് റിലേഷൻഷിപ്പിനും ഒരു ബൗണ്ടറി ഉണ്ടാവണം. ആ ബൗണ്ടറിക്ക് അപ്പുറത്തേക്ക് ആരെയും ഇങ്ങോട്ട് കടത്തി വിടുകയും ചെയ്യരുത്. നമ്മൾ ആരുടെ ലൈഫിൽ ഒരു ബൗണ്ടറി കടന്ന് പോവുകയും ചെയ്യരുത്. എപ്പോഴും ആ ഒരു ഹെൽത്തി ബൗണ്ടറി ഉണ്ടെങ്കിൽ നമ്മുടെ ലൈഫിൽ ഭയങ്കര ആ ഒരു പോസിറ്റീവ് എനർജി നമുക്ക് നന്നായിട്ട് ഫീൽ ചെയ്യും. കിങ് ഓഫ് കപ്സിൻ്റെ എനർജി ഉണ്ട്. ചില ആൾക്കാർക്ക് റിലേഷൻഷിപ്പിൽ തന്നെയാണ് സിറ്റുവേഷൻസ് ഉള്ളത്. അതുപോലെ തന്നെ ചില ആൾക്കാർക്ക് എന്താണ് എന്തെങ്കിലും കൺട്രോളിങ് അതോറിറ്റി, നിങ്ങളുടെ ബോസ്, ഓക്കെ, ബോസ് ഭയങ്കര കൺട്രോളിങ് ആണ്. പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അടുത്ത് അങ്ങനെ ആണെങ്കിൽ നിങ്ങൾ നോക്കുക, പുതിയ ഓപ്പർച്യൂണിറ്റീസ് നോക്കുക. ഓക്കെ, നിങ്ങൾക്കത് ഒട്ടും പ്രതീക്ഷിക്കാത്തടത്ത് നിന്ന് നിങ്ങൾക്ക് പുതിയ ഓപ്പർച്യൂണിറ്റി വരുന്നതായിട്ട് ഞാൻ ഇതിനകത്ത് കാണുന്നുണ്ട്.
ഓക്കെ. അത് മാത്രമല്ല ചില ആൾക്കാർ എന്താണ് നിങ്ങളുടെ പേഴ്സൺ നല്ലതാണോ, അത് എല്ലാവർക്കും ഇത് ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ ഓരോരുത്തർക്കും റെസൊണേറ്റ് ചെയ്യുന്ന ഡിഫറെൻ്റ്ലി ആയിരിക്കും. കാരണം ഇത് കളക്റ്റീവ് എനർജിയാണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എന്ത് റെസൊണേറ്റ് ചെയ്യുന്നോ അത് മാത്രം കൊണ്ടുപോകുക. ഓക്കെ. ചിലപ്പം നിങ്ങൾക്ക് ലവേഴ്സിൻ്റെ കാർഡും കിങ് ഓഫ് കപ്സും ആയിരിക്കും നിങ്ങളുടെ എനർജി. ഒരിക്കലും നിങ്ങൾ ഡെവിൽ എടുത്തുകൊണ്ട് പോകരുത്. ലവേഴ്സിൻ്റെ കാർഡ് എന്ന് വെച്ചാൽ ഡിവൈൻലി ഗൈഡഡ് റിലേഷൻഷിപ്പാണ്. എന്ന് വെച്ചാൽ ദൈവം നമ്മൾ പറയില്ലേ, ദൈവം നമുക്ക് വേണ്ടി കൊണ്ടു തന്നൊരു റിലേഷൻഷിപ്പാണ്. നമുക്ക് ഓരോ സമയത്തും ഫീൽ ചെയ്തിട്ടുണ്ടാവും, ഇങ്ങനെ ഒരാൾ എൻ്റെ ലൈഫിൽ വന്ന് എത്ര നന്നായി നമുക്ക് ഓരോ തവണയും ഫീൽ ചെയ്തിട്ടുണ്ടാവും. പക്ഷേ അതുപോലെ തന്നെ ആ പുള്ളിയുടെ പ്രത്യേകത നമുക്ക് ഇമോഷണലി അവൈലബിൾ ആണ്. അതെന്ന് വെച്ചാൽ പെട്ടെന്ന് കയറി ദേഷ്യപ്പെടാതെ മറ്റുള്ള ഇമോഷൻസ് മനസ്സിലാക്കുക, മറ്റുള്ളവരെ കൺസിഡർ ചെയ്യുക, ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് വേണ്ടുന്ന സ്പേസ് തരിക, ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടിരിക്കുക. ചില ആൾക്കാർ പെട്ടെന്ന് ഇമോഷണലാവും. ഓക്കെ, ദേഷ്യം പെട്ടെന്ന് വരും, സങ്കടം പെട്ടെന്ന് വരും, എല്ലാം. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, ഇദ്ദേഹം വളരെ ബാലൻസ്ഡ് എനർജിയാണ്. ഇദ്ദേഹത്തിന് പെട്ടെന്ന് ദേഷ്യം സങ്കടമൊന്നും വരില്ല. പുള്ളിക്കാരൻ അതുപോലെ തന്നെ മറ്റുള്ളവർ പറയുന്ന കേൾക്കും. അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വാളിറ്റിയാണ് ഒരാളെ സംബന്ധിച്ചിടത്തോളം. അപ്പം അങ്ങനെ ഒരു ആളാണ് നിങ്ങളുടെ ലൈഫിലുള്ളതെങ്കിൽ ഈ ഡെവിൽ എനർജി കൊണ്ടുപോകരുത്. ഈ ഡെവിൽ എനർജി ചില ആൾക്കാർക്കായിരിക്കും. മേ ബി നിങ്ങൾ എന്ത് ചെയ്യുമെങ്കിലും ചോദിക്കുക, പിന്നെ നിങ്ങൾ വേറെ ആൾക്ക് സംസാരിക്കുന്ന ഇഷ്ടപ്പെടാതിരിക്കുക, നിങ്ങൾ അങ്ങോട്ട് തിരിയാൻ സമ്മതിക്കാതിരിക്കുക, ഇങ്ങോട്ട് തിരിയാൻ സമ്മതിക്കാതിരിക്കുക, നിങ്ങൾക്ക് ചെയ്യാൻ ഇഷ്ടമുള്ളതാണെന്ന് അറിഞ്ഞിട്ട് അത് ചെയ്യാൻ സമ്മതിക്കാതിരിക്കുക. അങ്ങനെ എല്ലാ ആംഗിളിലും നമ്മളെ കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരും. ഓക്കെ, നമ്മൾ ആ ഒരു റിലേഷൻഷിപ്പിലായിരിക്കുമ്പം, നമ്മളൊരു ലവ് റിലേഷൻഷിപ്പിലായിരിക്കുമ്പോൾ മേ ബി നമ്മളത് ഓക്കെ കുഴപ്പമില്ല, കുറച്ച് നാൾ കഴിഞ്ഞ് കല്യാണം കഴിയുമ്പോൾ ഇതെല്ലാം ഓക്കെ ആവും. പക്ഷേ ചിലപ്പം അത് കുറേ കൂടി നമുക്ക് തന്നെ പെയിൻഫുൾ ആയിട്ടുള്ള സിറ്റുവേഷനായിട്ട് മാറാം. അപ്പം ഇതൊരു അലേർട്ട് ആണ്. ഡെവിൽ എനർജിയാണ് നിങ്ങളുടെ പേഴ്സൻ്റെ, അല്ലെങ്കിൽ കൺട്രോളിങ് ആയിട്ടുള്ള നേച്ചറുള്ള ഒരാളാണ്. ചില ആൾക്കാർക്ക് ഇത് അഡിക്ഷൻസും അതുപോലെ തന്നെ എന്തെങ്കിലും ടൈപ്പ് ഓഫ് അഡിക്ഷൻസ്, ഓക്കെ, അതിൻ്റെ ആയിരിക്കാം. അതിനെ ബ്രേക്ക് ചെയ്ത് പോകാനായിട്ടുള്ള സ്പിരിറ്റ് ഗൈഡ്സിൻ്റെ ഇതാവാം. ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണ് ഓരോ കാർഡ്സും. ഓക്കെ, ആഫ്റ്റർ ഓൾ നമുക്ക് വന്നിരിക്കുന്ന ഹെർമിറ്റ് കാർഡാണ്. ഓക്കെ, നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തൊക്കെ ചെയ്യുന്നുണ്ടോ, എന്തൊക്കെ സിറ്റുവേഷനിൽ നമ്മൾ പാസ് ചെയ്ത് പോകുന്നുണ്ടോ, അതെല്ലാം ഒന്ന് അനലൈസ് ചെയ്യാം. ഓക്കെ, അതെപ്പോഴും നമ്മുടെ ലൈഫിൽ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്. എന്താ നമ്മുടെ ലൈഫിൽ നടക്കുന്നത്, എന്തുകൊണ്ട് നമ്മുടെ ലൈഫിൽ ഈ പല സിറ്റുവേഷൻസ് വരുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് തന്നെ അറിയാം ഈ പറഞ്ഞ പോലെ എന്ത് ഇവൻറ്റ്സ് ആണ് നടക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്തുകൊണ്ടൊരു പർട്ടിക്കുലർ പേഴ്സൺ നമുക്ക് ടോക്സിക് ആയിട്ട് ഫീൽ ചെയ്തു, അല്ലെങ്കിൽ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പായി മാറി. ജോബ് സിറ്റുവേഷൻ ടോക്സിക് ആയത് അങ്ങനെ, നമ്മുടെ കൊളീഗ്സിൻ്റെ എനർജിയിൽ നമുക്ക് ടോക്സിറ്റി എങ്ങനെ ഫീൽ ചെയ്തു, ഇതെല്ലാം നമുക്ക് വളരെ ക്ലിയർ ആയിട്ട്, കാരണം ആ ഒരു അനാലിസിസിൽ നമുക്ക് മനസ്സിലാവും, യെസ്, നമ്മൾ വിചാരിച്ച കണക്കല്ല നമ്മുടെ ചുറ്റിനുള്ള ആൾക്കാർ, അതിൻ്റേതായ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ചില സിറ്റുവേഷൻ നമ്മൾ വാക്ക് അവേ ചെയ്ത് തന്നെ പോകണം. ഇതിനകത്ത് ശരിയാണ്, 8 ഓഫ് കപ്സിൻ്റെ കാർഡും നമുക്ക് കിട്ടിയത്. പക്ഷേ എനിക്കെന്തോ ചില സിറ്റുവേഷൻസ് വാക്ക് അവേ ചെയ്യുക, ചില സിറ്റുവേഷൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക, ചില സിറ്റുവേഷൻസിൽ നമ്മൾ ഹീലിംഗ് എനർജി അക്സെപ്റ്റ് ചെയ്യുക, ചില സിറ്റുവേഷനിൽ നോ പറയാൻ പഠിക്കുക. അങ്ങനെ ഒരുപാട് മെസ്സേജസാണ്. എനിക്ക് അറിയില്ല ഇത് ആർക്കൊക്കെ റെസൊണേറ്റ് ആവുന്നുണ്ടെന്ന്. എന്തായാലും നമുക്ക് നോക്കാം. ഇന്ന് ന്യൂ മൂൺ ആണ്. ന്യൂ മൂൺ ഏരീസിൻ്റെ സൈനിലുള്ള ന്യൂ മൂൺ ആണ്. മാനിഫെസ്റ്റ് ചെയ്യണേ, നിങ്ങൾ ഓരോരുത്തരും മാനിഫെസ്റ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആക്ഷൻ എടുക്കാൻ ആഗ്രഹമുള്ള സാധനത്തിൽ, കാരണം ഏരീസ് എപ്പോഴും പാഷൻ, അതുപോലെ തന്നെ നമുക്ക് ചെയ്യാനുള്ള എനർജിയാണ്, ഡൂവറാണ്. ഫ്രണ്ടിലോട്ട് ഇറങ്ങി നിന്ന് ചെയ്യും. ചില ആൾക്കാർ അങ്ങനെയാണ്, വെളിയിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയല്ല, ഇറങ്ങി ചെയ്യുന്ന ആൾക്കാരാണ്. അങ്ങനെ ആ ഒരു ഇറങ്ങി ചെയ്യാനുള്ളൊരു എനർജി, അല്ലെങ്കിൽ നമുക്ക് ഇത്രയും നാളായിട്ട് മടിയുള്ള കാര്യങ്ങൾ ഇത്രയും നാളായിട്ട് ആഗ്രഹിക്കുന്നു, പക്ഷേ ചെയ്യാനുള്ള ധൈര്യം കിട്ടുന്നില്ല. മാനിഫെസ്റ്റ് ചെയ്യട്ടാ, ഇന്നിരുന്ന് എന്തായാലും മാനിഫെസ്റ്റ് ചെയ്യും. കാരണം ഈ ന്യൂ മൂൺ, അതുപോലെ തന്നെ നെക്ലിപ്സ്, സോളാർ എക്ലിപ്സ് ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ഒരു ശനിദശ മാറുന്ന സമയം, അങ്ങനെ ഒരുപാട് ചേഞ്ചസ് ഉള്ളൊരു ഡേ ആണ്. ഡെഫിനറ്റ്ലി മാനിഫെസ്റ്റ് ചെയ്യുക, പ്രാർത്ഥിക്കുക, നന്നായിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പെയിനും നിങ്ങളുടെ ടഫ് സിറ്റുവേഷൻസും നിങ്ങൾ ഗോ ത്രൂ ചെയ്യുന്ന ഓരോരോ നെഗറ്റീവ് സിറ്റുവേഷനും നിങ്ങൾ ഡെഫിനറ്റ്ലി മുന്നോട്ട് വരിക എന്നുള്ളത് നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇവിടെ ചില 1-2 സയൻസ് കൂടെ എനിക്ക് പറയാനുണ്ട്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് 6, 4, 3, 15, പിന്നെ 9. ഓക്കെ, ചില ആൾക്കാരുടെ നെയിം സ്റ്റാർട്ട് ചെയ്യുന്നത് HORST, ഓഫ് കോഴ്സ്, DG. ഓക്കെ, ഇത്രയും എനർജീസാണ് എനിക്ക് മെയിൻലി കിട്ടുന്നത്. നമുക്ക് നോക്കാം. സ്പിരിറ്റ് നമുക്ക് അറിയേണ്ടത്, ഇന്ന് ന്യൂ മൂൺ ആണ്. എന്തെങ്കിലും പ്രത്യേകിച്ച് ഗൈഡൻസ് ഉണ്ടോ ന്യൂ മൂൺ എനർജി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ ന്യൂ മൂൺ എന്താ കൊണ്ടുതരുന്നത്, നമുക്ക് എന്ത് എക്സ്പെക്റ്റ് ചെയ്യാം ന്യൂ മൂണിൽ? സറണ്ടർ ടു ദ ഡിവൈൻ,
സീരിയസ്ലി ഗൈസ്, ഇത് ഇത് കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് കാർഡാണ്. നമ്മൾ ചില സിറ്റുവേഷനിൽ നമ്മൾ ഒരുപാട് വിഷമിച്ച് സങ്കടപ്പെട്ട് എന്ത് ചെയ്യണമെന്നറിയില്ല, ഞാൻ എങ്ങോട്ട് പോകണമെന്ന് അറിയില്ലെങ്കിൽ സറണ്ടർ ചെയ്യുക. പറയാൻ ഭയങ്കര ഈസിയുള്ളൊരു കാര്യമാണ് സറണ്ടർ ടു ദ ഡിവൈൻ എന്ന് പറഞ്ഞാൽ. പക്ഷേ ആ സറണ്ടർ എനർജിയിലേക്ക് നിങ്ങൾ വരിക ഉറപ്പായിട്ടും. ഇന്ന് ന്യൂ മൂൺ ആണ്, പക്ഷെ നമുക്ക് കിട്ടിയേക്കാൾ ഫുൾ മൂൺ ആണെങ്കിൽ പോലും ആ സറണ്ടർ ടു ദ ഡിവൈൻ നമ്മൾ ആ ദൈവത്തിലേക്ക് അങ്ങ് അർപ്പിക്കുകയും സമർപ്പിക്കുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ വേണ്ടുന്ന സൊല്യൂഷൻസൊക്കെ അവിടെ നിന്ന് കൊടുത്തരും. നമ്മളായിട്ട് കൂടുതൽ എഫേർട്സ് ഒന്നും എടുക്കണ്ട. പ്രോസ്പെറിറ്റി ലൈസ് എഹെഡ്. അതിൽ ഈ പറഞ്ഞ പോലെ നിങ്ങളിൽ പല ആൾക്കാരും പ്രോസ്പെറിറ്റി, നിങ്ങളുടെ ഫൈനാൻസ് പരമായിട്ടുള്ള വിഷമ സിറ്റുവേഷനാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നതിന് വേണ്ടി ഇതൊക്കെ എടുത്താൽ എന്തെങ്കിലും പ്രയോജനമുണ്ടോ, മുന്നോട്ട് പോകുമ്പോൾ എന്തെങ്കിലും സ്കോപ്പ് വയ്ക്കാനുണ്ടോ എന്ന് ചോദിച്ചാൽ 100% നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യത്തിന് സ്കോപ്പുണ്ട്. പ്രോസ്പെറിറ്റിയാണ്. ഓക്കെ, ന്യൂ മൂൺ ഇൻ ടോറസിൻ്റെ എനർജി, ആ ന്യൂ സ്റ്റാർട്ട് ഇസ് കമ്മിങ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ ഷഫിൾ ചെയ്യുന്നത് കൊണ്ടാണ്, കാരണം എനിക്ക് മിക്കവാറും നിങ്ങൾക്ക് വേണ്ടി കിട്ടുന്ന കാർഡ്സൊക്കെ ന്യൂ സ്റ്റാർട്ട് ഈസ് കമ്മിങ്. കാരണം ചില സമയത്ത് നമ്മൾ അത്രയും പെയിൻഫുൾ സിറ്റുവേഷനായിരിക്കുമ്പോൾ സ്പിരിറ്റ് പിന്നെ റിപ്പീറ്റഡായിട്ട് കാർഡ്സ് എടുക്കുന്ന ചില ആൾക്കാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. മനസ്സിലായോ? എന്ത് ന്യൂ സ്റ്റാർട്ട്, എൻ്റെ ലൈഫിൽ എപ്പോഴും പെയിൻ തന്നെ, അതിലൊരു മാറ്റവും വരുന്നില്ല, പിന്നെ എന്ത് ന്യൂ സ്റ്റാർട്ടാണ് എന്ന് ചില ആൾക്കാർ വിചാരിക്കുന്നത്. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. നമ്മൾ ക്ലെയിം ചെയ്യുക, കാരണം ഇതൊക്കെ പോസിറ്റീവ് എനർജിയാണ്. സ്പിരിറ്റിന് തരാൻ പറ്റുന്ന, അല്ലെങ്കിൽ നമ്മൾ പറയില്ലേ ദൈവത്തിന് നമ്മുടെ അടുത്ത് ഡയറക്റ്റ്ലി വന്ന് പറയാൻ പറ്റില്ല അല്ലേ. അപ്പം ദൈവത്തിന് പല മാർഗ്ഗത്തിലൂടെ, ഇപ്പം ടാരോ റീഡിങ്സിലൂടെ, ഓക്കെ, ആസ്ട്രോളജി റീഡിങ്സിലൂടെ, അല്ലെങ്കിൽ പല ആൾക്കാർക്ക് നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് നമ്മൾ സംസാരിക്കുമ്പോൾ ഒക്കെ നമുക്ക് റിപ്ലൈ കിട്ടും, അതായത് ആൻസേഴ്സ് കിട്ടും. ഓക്കെ, അത് നമ്മൾ ട്രസ്റ്റ് ചെയ്യുക. പിന്നെ ചില ബുക്സ് റീഡ് ചെയ്യുമ്പോൾ നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു ബുക്ക് നമ്മുടെ കയ്യിൽ വന്നു ചേരുകയും അതിനകത്തുള്ളൊരു സിറ്റുവേഷൻ, ആ സിറ്റുവേഷൻ നമ്മൾ വായിക്കുമ്പോഴാണ് ഈശ്വര, ഓ ഇത് എനിക്കുള്ള മറുപടി ആണല്ലോ എന്ന് നമുക്ക് ഫീൽ ചെയ്യും. ചില ആൾക്കാർ ഇവിടെ ക്ലിയർ കോഗ്നിസൻസ് ഉണ്ട്. ഓക്കെ, ക്ലിയർ വോയിൻസ് ഉണ്ട്. കാണാൻ, അതായത് പലതും കാണാൻ, നമ്മൾ പറയാം നിങ്ങളുടെ തേർഡ് ഐ വളരെ ആക്റ്റീവാണ്. എനിക്കറിയില്ല എത്ര പേർക്ക് ഇത് റെസനേറ്റ് ആവുമെന്ന്. ചില ആൾക്കാരുടെ തേർഡ് ഐ വളരെ ആക്റ്റീവാണ്. നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണാം ഓരോ സിറ്റുവേഷനും വരുന്നതും. നിങ്ങളുടെ ലൈഫിൽ ചിലർക്ക് ഒരുപാട് ദേജാബ് മൊമെൻറ്റ്സിലൂടെ നിങ്ങൾ പോയിട്ടുണ്ടാവും. ഇത് ഓൾറെഡി ഹാപ്പൻ ചെയ്തതല്ലേ, ഇത് നടന്ന കാര്യമാണല്ലോ ദൈവമേ ഇങ്ങനൊരു കാര്യം എന്നുള്ളത് നിങ്ങൾക്ക് പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ നിങ്ങൾ ഈ റീഡിങ്ങുമായിട്ട് കണക്റ്റഡ് ആണെന്നുള്ളതിന് ഒരു കൺഫർമേഷൻ നിങ്ങൾ ബട്ടർഫ്ലൈസിനെ കാണും. ഓക്കെ, പ്രാവിനെ കാണും, ഹോക്ക്, ഈഗിളിൻ്റെ മറ്റേ വേറൊരു ടൈപ്പ് ഒരു സംഭവം, അതിനെയൊക്കെ കാണുമ്പോൾ ഇത് നിങ്ങളുടെ റീഡിങ് തന്നെയാണ്. അത് ക്ലെയിം ചെയ്തേക്കുക. ടൈം ഫോർ ഹീലിംഗ്, ഞാൻ ഇവിടെ പറഞ്ഞില്ലേ ഈ 4 of Cupsൻ്റെ ഈ കപ്പ് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നി. ടൈം ഫോർ ഹീലിംഗ്, ചില ആൾക്കാർക്ക് ഇമോഷണൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ ടഫ് പീരീഡിൽ ഹീൽ ചെയ്ത് തന്നെ മുന്നോട്ട് പോവുക. കാരണം ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എന്തെങ്കിലും റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നു, നമ്മളൊരു ജോബ് സിറ്റുവേഷൻ, എന്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിലും അതിനെ ഹീൽ ചെയ്തിട്ട് മാത്രം മുന്നോട്ട് പോവുക. അല്ലാണ്ട് നമ്മൾ അതേ എമോഷൻസുമായിട്ട് നമ്മൾ മുന്നോട്ട് പോയാൽ നമ്മുടെ ലൈഫിൽ പിന്നെയും അതേ സാധനം തന്നെ റിപ്പീറ്റ് ചെയ്യും. കാരണം റിപ്പീറ്റ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സിറ്റുവേഷൻ പെയിൻഫുൾ ആണെങ്കിൽ അതിനകത്തു നിന്നുള്ള മാക്സിമം ലെസൺസ് ലേൺ ചെയ്തിട്ട് മുന്നോട്ട് പോയാൽ പിന്നെ അത് മാത്രമല്ല, ചില കാര്യങ്ങൾ നമ്മൾ ദൈവത്തിൻ്റെ അടുത്ത് തന്നെ പറഞ്ഞ് സറണ്ടർ ചെയ്യും. ആ സറണ്ടർ എനർജിയിൽ വരുമ്പോൾ നമുക്ക് ഫൈനലി റിസൾട്ട് കിട്ടുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളത് തന്നെ ആയിരിക്കും. ഓക്കെ, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചില ആൾക്കാർക്ക് ന്യൂ മൂൺ ടോറസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂ മൂൺ ടോറസ് നോട്ട് ചെയ്ത് വെച്ചോ. ഞാൻ എന്തായാലും പറയും ഇതുപോലെ നിങ്ങൾക്ക് തോന്നുന്നു ഈ കാർഡ് നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ന്യൂ മൂൺ ടോറസ് നോട്ട് ചെയ്ത് വെച്ചോ. സറണ്ടർ ടു ഡിവൈൻ്റെ കാർഡും ഉണ്ട്. ബിലീവ് ഇൻ ഇമ്പോസിബിൾ, നമുക്ക് ബുദ്ധിമുട്ടാണ് പോസിബിളായിട്ടുള്ള കാര്യത്തിലേ ബിലീവ് ചെയ്യാൻ. നമ്മൾ കുറേ പെയിൻഫുൾ സിറ്റുവേഷനിലൂടെ പോകുമ്പോൾ ബുദ്ധിമുട്ടാണ്, പിന്നെയാണ് ഇമ്പോസിബിൾ. എനിക്ക് റെസൊണേറ്റ് മീൻസ് എനിക്കത് കണക്റ്റ് ആവും. പക്ഷേ നിങ്ങളുടെ അടുത്ത് 100% ഞാൻ പറയും. ഓക്കെ, ലൈഫിൽ ടഫ് സിറ്റുവേഷൻസ് വരും, ടഫ് എനർജീസ് വരും, ബട്ട് ഒന്നിൻ്റെ എൻഡിങ് അല്ല. എല്ലാത്തിനും നമ്മുടെ ലൈഫിൽ ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാവും. ആ ന്യൂ ബിഗിനിങ്ങിനെ ട്രസ്റ്റ് ചെയ്യുക. ഓക്കെ, ന്യൂ സ്റ്റാർട്ടിനെ ട്രസ്റ്റ് ചെയ്യുക. നമ്മൾ ഹീൽ ചെയ്യണം എന്നുള്ളതിനെ ട്രസ്റ്റ് ചെയ്യുക. നമ്മൾ ദൈവത്തിൽ ചില കാര്യങ്ങൾ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, അപ്പോൾ അതിനെ ദൈവത്തിലങ്ങ് സമർപ്പിക്കുക. ഓക്കെ, അവിടെ നമ്മൾ രണ്ടാമതൊരു ചിന്തിക്കരുത്. ചിന്തിക്കാണ്ട് തന്നെ നിങ്ങളത് മനസ്സിൽ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ഓക്കെ, ഓൾറൈറ്റ്, ഞാൻ മാക്സിമം വോയിസിൽ പറയുന്നുണ്ട്. എനിക്ക് എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. താങ്ക് യു സ്പിരിറ്റ്, താങ്ക് യു വെരി മച്ച്. എനിക്കറിയേണ്ടത് ഫർദർ എന്തെങ്കിലും നമ്മൾ മിസ്സാക്കി പോയിട്ടുണ്ടോ, അതെന്തെങ്കിലും ഡബിൾ കൺഫർമേഷൻ തരാനുണ്ടോ? താങ്ക് യു സ്പിരിറ്റ്. തേർഡ് ചക്ര, ആർക്കേഞ്ചൽ ശാമുവൽ. തേർഡ് ചക്ര, ഞാൻ അവിടെ ആക്ഷൻ എടുക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നാണ് എനിക്ക് ഓർമ്മയില്ല.
എന്തോ ആക്ഷൻ എടുക്കാനുള്ള കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആക്ഷൻ എടുക്കണേ. കാരണം തേർഡ് ചക്ര എന്ന് പറയുന്നത് നമ്മുടെ സോളാർ പ്ലക്സസ് ചക്രയാണ്. അത് നമ്മളെ ആക്ഷൻ എടുക്കാനും നമ്മളെ മുന്നോട്ട് കൊണ്ടുപോകാനും നമ്മളെ ലീഡർഷിപ്പ് എബിലിറ്റിയിൽ എത്തിക്കാനും നമ്മളെ ഒരു ലീഡറാക്കി മാറ്റാനും ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഗ്രീവിങ്. ചില ആൾക്കാർക്ക് ഈ ഗ്രീവിങ്ങിൻ്റെ റീസൺ തന്നെ ഡിസീറ്റാണ്. ഓക്കെ, ഡിസീറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത സിറ്റുവേഷനിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾ നിങ്ങളെ വല്ലാത്ത രീതിയിൽ ചതിക്കുക എന്നുള്ള ഒരു എനർജിയാണ്. ഓക്കെ, ടെൻഷൻ ആവണ്ട. ചതിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയില്ലേ അവർക്ക് അവരുടെ കർമ്മ കിട്ടും. ചില ആൾക്കാർക്ക് ഞാൻ പറഞ്ഞു ഇത് ഈ പറഞ്ഞ പോലെ ലവേഴ്സ് കാർഡ്, ദ വിമൻ ഹോൾഡിങ് എ ഹാർട്ട്, പർട്ടിക്കുലർ പേഴ്സൺ ജെനുവിൻ ആണോ വേണ്ട എന്നുള്ളൊരു കൺഫ്യൂഷൻ ആണെങ്കിൽ ജെനുവിൻ ആണ്. ഓക്കെ, വളരെ പോസിറ്റീവാണ്. ഇവിടെയും ഈ പറഞ്ഞ പോലെ ബട്ടർഫ്ലൈ ഉണ്ട്. ഓക്കെ, ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ചില ആൾക്കാർ ഈ ട്രാൻസ്ഫോർമേഷൻ കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ നിങ്ങളുടെ പേഴ്സണെ മീറ്റ് ചെയ്യുന്നത്. ഓക്കെ, വിമൻ ഹോൾഡിങ് എ ഹാർട്ട് ഉണ്ട്. ഓൾറൈറ്റ് മക്കളെ ഇനി വേടാ. ഓക്കെ, എനിക്കറിയില്ല, ഇരിക്കുന്നില്ല മക്കളെ, ഇരിയടാ. എനിക്ക് ഇരിക്കണ്ട എന്നാണ് പറയുന്നത്. ഓൾറൈറ്റ്, നമുക്ക് നോക്കാം വേറെ ഫർദർ കാർഡ്സ് എന്തെങ്കിലും ഉണ്ടോ എന്ന്. സ്പിരിറ്റെ എന്തെങ്കിലും വേറെ ഏഞ്ചൽ ഓഫ് ലവ് നിങ്ങൾക്ക് കൺഫർമേഷനാണ്. ലവേഴ്സിൻ്റെ കാർഡിൻ്റെ ഇവിടെ തന്നെ ഞാൻ വെച്ചേക്കാം. അല്ലേ വേണ്ട, ഞാനിവിടെ വെച്ചേക്കാം. ലവേഴ്സിൻ്റെ കാർഡിലെങ്കിലും ഏഞ്ചൽ ഓഫ് ലവ് ആൻഡ് 7th ചക്ര ആർക്കേഞ്ചൽ യൂറിയൽ. ചിലർക്ക് ഞാൻ ഈ പറഞ്ഞ പോലെ പല ഗൈഡൻസും ഇൻറ്റ്യൂട്ടീവ് ഫീലിങ്സും കാര്യങ്ങളൊക്കെ ചിലർ ക്ലിയർ കോഗ്നിസൻസ് ആണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു നോളജ് നിങ്ങൾക്ക് പോലും അറിയില്ലാതെ ഏത് വഴി കൂടെയാണ് നിങ്ങൾക്ക് വരുന്നതെന്ന്, പക്ഷേ അങ്ങനെ ഒരു നോളജ് നിങ്ങളുടെ ഉള്ളിലൂടെ പാസ് ചെയ്ത് പോകും എന്നുള്ളൊരു കൺഫർമേഷൻ ഉണ്ട്. ഓക്കെ, വാവ്, ഗ്രേറ്റ് എനർജി ഗൈസ്. ആർക്കേഞ്ചൽ വാവ്. ഞാൻ ഈ സൺ എടുക്കണമെന്ന് വിചാരിച്ചില്ല, പക്ഷേ ആ തേർഡ് ചക്ര ആർക്കേഞ്ചൽ ഷാമ്പിൾ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. മേ ബി സൺ നിങ്ങൾക്ക് ഓരോരുത്തർക്ക് റെലവൻ്റ് ആയിരിക്കും. സ്പിരിറ്റിൻ്റെ ഒരു കൺഫർമേഷൻ നിങ്ങൾക്ക് വേണമായിരിക്കും. ഡെഫിനറ്റ്ലി ന്യൂ ബിഗിനിങ്, ബ്ലെസ്സിങ്സ്, പുതിയ കോഴ്സ്. ചില ആൾക്കാർക്ക് കുഞ്ഞുങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യാൻ ഇതുവരെ കുഞ്ഞുങ്ങളായിട്ടില്ല. നിങ്ങൾ ഒരുപാട് പെയിൻ സിറ്റുവേഷനിലാണെങ്കിൽ കുഞ്ഞിൻ്റെ എനർജി ഇവിടെ ഉണ്ട്. എത്രത്തോളം ആളുകൾക്ക് അത് കാണാമെന്ന് എനിക്കറിയില്ല. കുഞ്ഞിൻ്റെ എനർജി ഉണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ നിങ്ങളെ ഒരുപാട് എല്ലാവർക്കും ഇത് റെസണേറ്റ് ആവണമെന്നില്ല. ചില ആൾക്കാർ നിങ്ങളെ ഒരുപാട് ചെളി വാരി എറിയുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്നുണ്ടാവും. ട്രസ്റ്റ് ചെയ്യുക. എന്ത് വിഷമം വന്നാലും അൾട്ടിമേറ്റ്ലി സ്പിരിറ്റ് നമ്മുടെ കൂടെ തന്നെ നിൽക്കും. നമുക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു തരും, നമ്മളെ മുന്നോട്ട് നയിക്കും. അത് വിശ്വസിക്കുക. എന്തെങ്കിലും ഫൈനാൻഷ്യൽ പരമായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് മാറി വരും. അതുപോലെ എന്ത് സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും ഇത് ഈ ന്യൂ മൂൺ മാനിഫെസ്റ്റ് ചെയ്യണേ, മടി കാണിക്കണ്ട. എല്ലാവരും മാനിഫെസ്റ്റ് ചെയ്യുക. എല്ലാ മാനിഫെസ്റ്റേഷൻ നിങ്ങളുടെ റിയാലിറ്റിയിൽ വരട്ടെ. താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഓരോരുത്തർക്കും കിട്ടേണ്ട ഗൈഡൻസ് മെസ്സേജസ് ഒക്കെ കിട്ടിയെന്ന്. ഒരുപാട് സന്തോഷം കണക്ട് ചെയ്തതിൽ. എൻ്റെ വരെ കണ്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷം. ഒരു കാര്യം കൂടെ പറയാനുണ്ട്. എൻ്റെ വരെ കണ്ട ആൾക്കാർ കമൻറ്റ് ചെയ്യണേ. കാര്യം വേറൊന്നുമല്ല, ഞാനൊരു ഗിവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. എസ്പെഷ്യലി ബ്രേസ്ലെറ്റ് ആണ് പ്ലാൻ ചെയ്യുന്നത്. ബ്രേസ്ലെറ്റ് മീൻസ് ഇതുപോലത്തെ ക്രിസ്റ്റൽ ബ്രേസ്ലെറ്റാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്താണ് എനിക്ക് വരുന്നത്. നിങ്ങൾ എൻ്റെ വരെ കണ്ടിട്ടുള്ള ആൾക്കാർ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്ന് കമൻറ്റ് ചെയ്യണേ കേട്ടോ. ഓൾറൈറ്റ്, എനിക്ക് അതിനകത്തുനിന്ന് ചൂസ് ചെയ്തിട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ്, ഏറ്റവും അത്യാവശ്യം എനിക്ക് സ്പിരിറ്റിൻ്റെ ഗൈഡൻസ് കിട്ടുന്ന ആൾക്കാർക്ക് ഞാനൊരു ഗിവ് അവേ തരാൻ ആഗ്രഹിക്കുന്നുണ്ട്. നമ്മൾ 1500+ ഫാമിലി ആയിട്ടുണ്ട്. ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച് ഫോർ കണക്റ്റിംഗ്. ലോട്ട്സ് ഓഫ് ലവ് ആൻഡ് ലൈഫ്. ടേക്ക് കെയർ. ബൈ.